റിപ്പോർട്ട് സ്വർണ്ണ കവർച്ചാ കേസിൽ ആഞ്ഞടിച്ച് സുപ്രീംകോടതി. ശബരിമലയിലേത് വലിയ ക്രമക്കേട്. കെ.പി. ശങ്കർദാസിന്റെ അപ്പീൽ പരിഗണിക്കുകയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. നിങ്ങൾ ദൈവത്തെ പോലെയും വെറുതെ വിട്ടില്ലല്ലോ എന്ന് സുപ്രീംകോടതിയുടെ വിമർശനം. ആദ്യം തന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി മുക്കിയ ഒരു ഹൈക്കോടതി ഉത്തരവ് നിങ്ങളെ കാണിക്കാം. ഇത് കേരള ഹൈക്കോടതിയിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ പുറത്തുവന്ന ഇടക്കാല ഉത്തരവാണ്. ഈ ഉത്തരവ് ഒരു മലയാള മാധ്യമവും നിങ്ങളെ കാണിക്കില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേരള ഹൈക്കോടതി നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെയാണ്. അതോടൊപ്പം നിലവിൽ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തെ ഏത് SIT പിണറായി സർക്കാർ സ്വാധീനിക്കുന്നു എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ പ്രചരിപ്പിക്കുന്ന SIT സംഘത്തെ ഒന്നിലേറെ തവണ കോടതി അഭിനന്ദിക്കുന്നുമുണ്ട്. ഈ ഇടക്കാല ഉത്തരവ് ശബരിമല അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞു നടന്ന സർവ്വ മാധ്യമങ്ങൾക്കും മുള്ളുമുരുക്കുകൾക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് ഹൈക്കോടതി ഈ ഉത്തരവിൽ. ഉത്തരവിന്റെ 6ാം പാരഗ്രാഫിലാണ് ആദ്യത്തെ തവണ ഹൈക്കോടതി SIT സംഘത്തെ അന്വേഷണം പ്രൊഫഷണൽ ആണെന്നും അതിൽ തൃപ്തിയുണ്ടെന്നും പറയുന്നത്. ഇതിനു പുറമെ 8ാമത്തെ പാരഗ്രാഫിലാണ് SITയെ സമ്മർദ്ദത്തിലാക്കുന്ന വിധമുള്ള അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പുറത്തുവിട്ടു എന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം SIT സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ കോടതി തള്ളുന്നുമുണ്ട് ഈ ഉത്തരവ്. ഇത്തരം അന്വേഷണങ്ങൾ മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താൻ സാധിക്കില്ല എന്നും കോടതി ഈ ഉത്തരവിൽ മാധ്യമങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിലെ ഉദ്യോഗസ്ഥരെ കോടതി തന്നെയാണ്, അതായത് ഹൈക്കോടതി തന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് കോടതി ഈ ഉത്തരവിന്റെ 9ാം പാരഗ്രാഫ്. എന്തായാലും അവസാനത്തെ കച്ചിത്തുരുമ്പും പോയ സ്ഥിതിക്ക് കേരള ഹൈക്കോടതിയെ പിണറായി സർക്കാർ സ്വാധീനിച്ചു എന്ന് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇനി പറഞ്ഞു നടക്കുമോ എന്ന്